ഹായ് ഡിയേഴ്സ്, മഹാലക്ഷ്മി ലേറ്റസ്റ്റ് പ്രമോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. അങ്ങനെ മഞ്ജു എന്ത് ചെയ്യുന്നുണ്ട്, ദുർഗേനെ കാണാൻ അയച്ച് വീട്ടിലേക്ക് വരുന്നുണ്ട്. ഈ സമയത്ത് സാഗർ എന്ത് ചെയ്യുന്നുണ്ട്, ഒരുപാട് നിർദ്ദേശങ്ങൾ മഞ്ജുവിന് കൊടുക്കുന്നുണ്ട്. മഞ്ജുവിനോട് പറയുന്നുണ്ട്, ഒരു കാരണവശാലും അവർ തരുന്ന ഒരു കാര്യങ്ങൾ എന്ത് ചെയ്യേണ്ട, നീ വാങ്ങോ നീ കഴിക്കോ ചെയ്യേണ്ട. അവർ ചിലപ്പോൾ നിന്നെ തന്നെ ഇല്ലാതാക്കാനായിട്ടുള്ള എന്തെങ്കിലുമൊക്കെ ചെയ്തേന്ന് വരും. അവർക്ക് എപ്പോഴും അവരുടെ വിജയം മാത്രമാണുള്ളത്, നമ്മളുടെ കാര്യമൊന്നും അവരെന്ത് ചെയ്യില്ല, ആലോചിക്കില്ല. അതുകൊണ്ട് എന്തായാലും സൂക്ഷിക്കണം എന്നൊക്കെ പറയുന്നുണ്ട്. അങ്ങനെ സാഗറിനോട് യാത്ര പറഞ്ഞിട്ട് ദുർഗേൻ്റെ വീട്ടിലേക്കാണ് മഞ്ജു പോകുന്നത്. മഞ്ജു വീട്ടിലെത്തിയ സമയത്താണെങ്കിൽ കണ്ണനും മഹാലക്ഷ്മിയൊക്കെ ഭയങ്കരമായിട്ട് വരവേൽക്കുന്നുണ്ട്. കണ്ണൻ്റെയും മഹാലക്ഷ്മിൻ്റെ സ്നേഹം കണ്ടിട്ടാണെങ്കിൽ കരുണയ്ക്കും ഉണ്ണിക്കൊക്കെ ഭയങ്കര അസൂയാണ്. എന്തിനാണ് മഞ്ജുവിനോട് ഇത്രക്കാരുടെ സ്നേഹം കാണിക്കുന്നത്, ഇവരിനിയിപ്പോൾ എല്ലാ കാര്യങ്ങളും മഞ്ജുവിന് കൊടുക്കുമോ എന്നുള്ളൊരു പേടിയൊക്കെ ഉണ്ട് രണ്ടാക്കും. അങ്ങനെ മഹാലക്ഷ്മിയും കണ്ണനൊക്കെ പറയുന്നുണ്ട്, സ്വന്തം അമ്മയാണെങ്കിൽ പോലും അവർ നിൻ്റെ ഉള്ളിലെ കുഞ്ഞിനെ എന്ത് ചെയ്യാണ്, ഇല്ലാതാക്കാനാണ് ഇങ്ങോട്ടേക്ക് നിന്നെ വിളിച്ചു വരുന്നത്. അത് നീ എപ്പോഴും ചിന്തിക്കണം. അപ്പം എന്ത് ഇതിൻ്റെ മഞ്ജു പറയുന്നുണ്ട്, അത് ശരിയാണ് കണ്ണേട്ട, ഇനിയിപ്പോൾ അഥവാ എൻ്റെ വയറ്റിലൊരു കുഞ്ഞുണ്ടെങ്കിൽ അവരെന്തായാലും അതിനെ ഇല്ലാതാക്കാൻ ശ്രമിക്കില്ലേ. ഇപ്പോൾ എൻ്റെ വയറ്റിലൊരു കുഞ്ഞില്ലാത്തത് കൊണ്ട് ഞാൻ രക്ഷപ്പെട്ടു. ഇതിപ്പോൾ മാർക്കോ പറഞ്ഞതുപോലെ തന്നെ എൻ്റെ കുഞ്ഞിനെ ഇല്ലാതാക്കാൻ തന്നെയായിരിക്കും അവരെന്നെ ഇങ്ങോട്ടേക്ക് വിളിച്ചതെന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട്. ഈ ഒരു അമ്മയുടെ കൂടെ നിന്നിട്ടില്ലേ നിങ്ങളെയൊക്കെ ഞാൻ എന്ത് ചെയ്ത് ഇത്രയും കാലം ക്രൂരിച്ചത്, അതിന് എന്നോട് എന്ത് ചെയ്യണം, മാപ്പ് എന്നോട് ക്ഷമിക്കണം എന്നൊക്കെ എന്ത് ചെയ്യുന്നുണ്ട് ഇങ്ങനെ മഞ്ജു പറയുന്നുണ്ട്. അപ്പോൾ കണ്ണനും മഹാലക്ഷ്മി പറയുന്നുണ്ട്, സാരമില്ല, ഇനിയെങ്കിലും നിനക്ക് നിൻ്റെ അമ്മയുടെയും നിൻ്റെ കുടുംബക്കാരുടെ ഒക്കെ തനി സ്വഭാവം മനസ്സിലായല്ലോ, ഇനിയെങ്കിലും നല്ലതുപോലെ ജീവിക്കാനായിട്ട് നീ ശ്രമിക്ക്, നിനക്ക് വേണ്ടിയിട്ടുള്ള എല്ലാ സഹായങ്ങളും എന്ത് ചെയ്യും, ഏട്ടനും ഏട്ടത്തിയും ഒക്കെ എന്തായാലും ചെയ്യുമെന്നൊക്കെ പറഞ്ഞിട്ട് മഞ്ജുവിനെ നല്ല രീതിയിൽ ആശ്വസിപ്പിക്കുന്നുണ്ട്. ഇതേ സമയത്താണെങ്കിൽ ഈ ദുർഗയും കരുണയൊക്കെ കൂടിയിട്ട് മഞ്ജുവിന് കൊടുക്കാനുള്ള ഈ ഒരു ജ്യൂസിൽ എന്ത് ചെയ്യാണ്, വിഷം ചേർക്കുകയാണ്. എങ്ങനെയെങ്കിലും ഈ ഒരു കുഞ്ഞിനെ ഇല്ലാതാക്കാനായിട്ട് മേഘാതം പറഞ്ഞതുപോലെ തന്നെയുള്ള പ്ലാനുകൾക്ക് വേണ്ടിയിട്ട് എന്ത് ചെയ്യുന്നത്, ഇവർ വിഷമൊക്കെ ചേർക്കുന്നുണ്ട്. മഞ്ജു മഹാലക്ഷ്മിയും താഴേക്ക് ഇറങ്ങി വരുന്ന സമയത്ത് മഞ്ജുവിന് എന്ത് ചെയ്യുന്നുണ്ട്, ദുർഗ ആ ഒരു ജ്യൂസ് കുടിക്കുന്നുണ്ട്. എന്നിട്ട് തൻ്റെ മുമ്പിൽ വെച്ച് തന്നെ ആ ജ്യൂസ് ഫുള്ളായിട്ട് കുടിപ്പിക്കുന്നുണ്ട്. ഇത് കുടിക്കുന്ന സമയത്താണെങ്കിൽ കരുണയുടെയും ദുർഗയുടെ ഉള്ളിൽ ഭയങ്കരമായിട്ടുള്ള സന്തോഷമാണ്. എങ്ങനെയോ സാഗറിൻ്റെ കുഞ്ഞിനെ എന്ത് ചെയ്തിട്ടുണ്ട്, അവരില്ലാതാക്കി. ഇനിയിപ്പോൾ എന്ത് ചെയ്യാം, മേഘാതനെ കൊണ്ട് മഞ്ജുവിനെ എങ്ങനെയെങ്കിലും തിരിച്ചിങ്ങോട്ടേക്ക് വരുത്തിച്ചിട്ട് മേഘാതൻ്റെ കയ്യിൽ എന്ത് ചെയ്യാം, മഞ്ജുവിനെ ഏൽപ്പിച്ചു കൊടുക്കാം എന്നുള്ളൊക്കെ ഒരു പ്ലാനുകളൊക്കെയാണ് ഇവരുടെ മനസ്സിലേക്കുള്ളത്. ഭയങ്കര സന്തോഷത്തിലാണുള്ളത്. സ്വന്തം മകളുടെ കുഞ്ഞിനെ ഇല്ലാതാക്കിയിട്ടുള്ള അമ്മയുടെ ഒരു സന്തോഷമാണ് എന്ത് ചെയ്യുന്നത് ഇതിൽ കാണുന്നത്. അതുപോലെ മഹാലക്ഷ്മി ഈ ഒരു ജ്യൂസ് എന്ത് ചെയ്തിട്ടുണ്ടാവും, മാറ്റിയിട്ടുണ്ടാവും എന്നുള്ള ഒരു വിശ്വാസവും മഞ്ജുവിനുള്ളതുകൊണ്ട് തന്നെ മഞ്ജു ധൈര്യത്തിൽ എന്ത് ചെയ്യുന്ന ഒരു ജ്യൂസ് കുടിക്കുന്നുണ്ട്. മഞ്ജു ജ്യൂസ് കുടിക്കുമ്പോഴുള്ള ദുർഗയുടെയും കരുണയുടെ ഒക്കെ സന്തോഷം കണ്ടിട്ട് മഹാലക്ഷ്മിക്കാണ് നല്ല രീതിയിൽ ദേഷ്യം വരുന്നുണ്ട്. മഹാലക്ഷ്മിക്ക് മനസ്സിലായിട്ടുണ്ട് എന്തായാലും എന്ത് ചെയ്തിട്ടുണ്ട്, എന്തോ ഒരു പണി അവർ ഒപ്പിച്ചിട്ടുണ്ട്. അതിപ്പോൾ എന്തായാലും ആ ജ്യൂസിലുള്ള എന്തെങ്കിലും ഒരു വിഷമോ എന്തെങ്കിലുമൊക്കെ ആയിരിക്കും മഹാലക്ഷ്മിക്ക് നല്ല രീതിയിൽ മനസ്സിലായിട്ടുണ്ട്. ഇറങ്ങാൻ നേരത്താണെങ്കിൽ മഞ്ജുവിൻ്റെ കയ്യിലുള്ള ഈ ഒരു പൊതി കണ്ടിട്ട് ദുർഗ ചോദിക്കുന്നുണ്ട്, എന്താ മോളെ ഇത്, എന്താ ഇതെന്നൊക്കെ ഇങ്ങനെ ചോദിക്കുന്നുണ്ട്. അപ്പം എന്ത് ചെയ്ത് മഞ്ജു ആണെങ്കിൽ കാണിച്ചു കൊടുക്കുന്നുണ്ട്, ഇത് ഏട്ടനും ഏട്ടത്തി എന്ത് ചെയ്തതാണ്, എനിക്ക് തന്നതാണ്, ഞാൻ ഒരുപാട് തവണ വേണ്ടാന്ന് പറഞ്ഞതാണ്, പക്ഷെ എന്നെ കൊണ്ട് നിർബന്ധിച്ച് വാങ്ങിപ്പിച്ചതാണ്, ഇനിയും എന്തെങ്കിലും സഹായമൊക്കെ വേണമെങ്കിൽ ഏട്ടനോട് ഏട്ടത്തിനോട് പറയാനായിട്ട് പറഞ്ഞിട്ടുണ്ടെന്നൊക്കെ പറഞ്ഞിട്ട് ആ ഒരു ആഭരണ പെട്ടിയുന്നുണ്ട് ദുർഗക്കും കരുണക്കും ഉണ്ണിക്കും കാണിച്ചു കൊടുക്കുന്നുണ്ട്. ഈ ഒരു സമയത്താണെങ്കിൽ എല്ലാവരുടെയും മുഖം അപ്പോഴും മാറിപ്പോകുന്നുണ്ട്. കാരണം ഇവർക്ക് ആർക്കും എന്ത് ചെയ്തിട്ടില്ല, മഹാലക്ഷ്മിയും കണ്ണനും ഒരു രീതിയിലുള്ള സഹായങ്ങളോ ഒരു രീതിയിലുള്ള ആഭരണങ്ങളോ നൽകിയിട്ടില്ല. പക്ഷേ മഞ്ജുവിന് ഈ ഒരു സാധനങ്ങളൊക്കെ കൊടുക്കുമ്പോൾ കരുണയ്ക്ക് നല്ല രീതിയിലുള്ള ദേഷ്യവും സങ്കടമൊക്കെ വരുന്നുണ്ട്. എന്നിട്ടാണെങ്കിലും മഞ്ജു വീട്ടിൽ നിന്ന് ഇറങ്ങി പോകുന്നുണ്ട്. ഈ സമയത്ത് ദുർഗ പറയുന്നുണ്ട്, എന്തായാലും മോൾ ഇടയ്ക്കിടയ്ക്ക് എന്ത് ചെയ്യണം, അമ്മേനെ കാണാൻ വരണം എന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട്. ഭയങ്കര സ്നേഹം എന്തിട്ട് അഭിനയിക്കുന്നുണ്ട്. മഞ്ജു ആണെങ്കിൽ വീട്ടിൽ നിന്ന് ഇറങ്ങിയതിന് ശേഷം തന്നെ ദുർഗ എന്ത് ചെയ്യുന്നുണ്ട്, കരുണേനോട് ചോദിക്കുന്നുണ്ട്, ഇനിയിപ്പോൾ എങ്ങാനും കുഞ്ഞിന് ഒന്നും സംഭവിക്കാതെ അവരുടെ വയറ്റിൽ തന്നെ ഉണ്ടാവും എന്ന് ചോദിക്കുന്നുണ്ട്. അപ്പോൾ ആണെങ്കിൽ കരുണ പറയുന്നുണ്ട്, അമ്മ കലർത്തിയിട്ടുള്ള ഈ ഒരു ഡോസൊക്കെ വെച്ചിട്ട് എവിടെ ചെന്നാലും അവൾക്ക് എന്ത് ചെയ്യില്ല, ആ ഒരു കുഞ്ഞിനെ വീണ്ടെടുക്കാൻ പറ്റില്ല. കാരണം അത്രയ്ക്ക് നല്ല ഡോസ് എന്ത് ചെയ്തിട്ടുണ്ട്, നമ്മൾ കലർത്തിയിട്ടുണ്ട്. അതുകൊണ്ട് എന്ത് ചെയ്യേണ്ട, ഒരു കാരണവശാലും പേടിക്കേണ്ട, നമുക്ക് എന്ത് ചെയ്യാം, മേഘേട്ടനെ വിളിച്ചിട്ട് ഈ ഒരു കാര്യങ്ങളൊക്കെ പറയാം, മേഘേട്ടനൊന്ന് സന്തോഷിക്കട്ടെ എന്നൊക്കെ പറയുന്നുണ്ട്. അങ്ങനെ കരുണ എന്ത് ചെയ്തിട്ടുണ്ട്, പ്രതാപനെയും മേഘാതനെയും വിളിച്ചിട്ട് എല്ലാ കാര്യങ്ങളും പറയുന്നുണ്ട്. മേഘാതനും പ്രതാപനാണെങ്കിൽ ഭയങ്കര സന്തോഷപ്പെടുന്നുണ്ട്. അപ്പോൾ പറയുന്നുണ്ട്, ഇനിയിപ്പോൾ ഈ കാര്യങ്ങളൊക്കെ ചെയ്ത് മഹാലക്ഷ്മിയാണെന്ന് കൂടി തന്നെ നമ്മൾ വരുത്തി തീർക്കണം. അതും കൂടി നമ്മൾ വരുത്തി കഴിഞ്ഞാൽ പിന്നെ എന്ത് ചെയ്യാം, നമുക്ക് എല്ലാ പണിയും എളുപ്പമായി. പിന്നെ നമുക്ക് മഹാലക്ഷ്മിനെയും മഞ്ജുവിനെയും എന്ത് ചെയ്യാം, വേർപിരിക്കാനൊക്കെ പറ്റുമെന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ പ്രൊമോ റിവ്യൂവിൽ കാണിച്ചിട്ടുള്ളത്. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് സബ്സ്ക്രൈബ് ചെയ്യാം. മറ്റൊരു വീഡിയോ തരുന്നവരേക്കും ബൈ.